ഉയിർപ്പുകാലം 6-ാം തിങ്കൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കപടഭക്തിക്കെതിരെ. യഹൂദ നേതൃത്വത്തിനെതിരായ ഏറ്റവും തീവ്രമായ ആരോപണങ്ങളാണ് 23-ാം അധ്യായം മുഴുവൻ നാം വായിക്കുക. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യവും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ത്വരയുമാണ് യഹൂദ നേതൃത്വത്തിനെതിരെ വിമർശനമുയർത്താൻ കാരണമായത്. നിയമങ്ങളിൽ അന്തർലീനമായിരുന്ന ചൈതന്യത്തെ മറന്ന് ദൈവഹിതത്തെ നിസ്സാരവൽക്കരിക്കുകയും പാവപ്പെട്ട ജനങ്ങളുടെ ചുമലിൽ വലിയ ഭാരം കയറ്റിവച്ച് കഷ്ടപ്പെടുത്തുകയും ചെയ്യുക വഴി അവരുടെ ദൈവത്തിങ്കിലേക്കുള്ള വഴി അവർ അടച്ചുകളയുന്നു. നമുക്കിടയിലും ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ 7 പ്രാവശ്യം കപടനാട്യക്കാരെ, നിങ്ങൾക്ക് ദുരിതം എന്ന് വിളിച്ച് യേശു അവരെ ശാസിക്കുന്നു. പാവപ്പെട്ടവരുടെ ഉൽപ്പന്നങ്ങളായ തുളസി, ചതകുപ്പ, ജീരകം എന്നീ ചെറുധാന്യങ്ങൾക്ക് ദശാംശം കൊടുക്കാൻ നിർബന്ധിക്കുമ്പോൾ, നിയമത്തിൽ അനുശാസിച്ചിട്ടുള്ള സമ്പന്നരുടെ ഉൽപ്പന്നമായ എണ്ണ, വീഞ്ഞ്, ധാന്യം എന്നിവയെ സൗകര്യപൂർവ്വം ഒഴിവാക്കുന്നു. ദശാംശം കൊടുക്കുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് നീതി നടപ്പിലാക്കുന്നത്. ബലിയർപ്പണ പാത്രങ്ങളുടെ ശുദ്ധിയേക്കാൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ശുദ്ധിയിലാണ് അവർ കൂടുതൽ നിഷ്കർഷ വച്ചിരിക്കുന്നത്. ആന്തരിക ശുദ്ധിയെ ഓർമ്മിപ്പിക്കുന്ന ഉപദേശത്തിന്റെ ആവർത്തനമാണിത്. ആണ്ടുതോറും ശവകുടീരങ്ങൾ വെള്ളപൂശി ശോഭ നൽകുമ്പോഴും അതിൻ്റെ ഉള്ളിൽ മാലിന്യവും ദുർഗന്ധവുമാണെന്ന പോലെയാണ് ബാഹ്യമായ മതാത്മകതയുടെ മറവിൽ അവർ കാട്ടിക്കൂട്ടുന്ന കപടതയും കാപട്യവും. പുറമേ കാണുന്നതും ഉള്ളിലുള്ളതും ഒന്നുതന്നെ ആയിരിക്കണമെന്ന സന്ദേശത്തിന്റെ തുടർച്ചയാണിത്. പുറം ശുദ്ധിയാകണമെങ്കിൽ ആദ്യം അകം ശുദ്ധിയാകണം. ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ആന്തരികമായ മാറ്റമാണ് ദൈവം കൈക്കൊള്ളുക. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്